والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹു നമ്മയെല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ നസീഹത്തിൽ വിശുദ്ധ ഖുർആനും റമദാനും എന്ന വിഷയത്തിലാണ് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമുക്കറിയാം, റമദാനിലാണ് അള്ളാഹു ഈ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതാവട്ടെ ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദ, അത് സന്മാർഗത്തിൻ്റെ വ്യക്തമായ വിവരണവുമാണ്. വൽ ഫുർഖാൻ, അത് സത്യാസത്യ വിവേചകവുമാണ്. സത്യത്തെ അസത്യത്തെ വിവേചിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്. ഈ ഖുർആനിനെ കൂടുതൽ അടുത്തറിയാനും പാരായണം ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭമാണ് വിശുദ്ധ റമദാൻ എന്നത്. ആദ്യമായിട്ട് ആ ഖുർആനിനെ പാരായണം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. പക്ഷെ പാരായണവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വറത്തിലിൽ ഖുർആന തർത്തീല എന്നാണ്. അഥവാ നിങ്ങൾ ഖുർആനിനെ വറത്തിലിൽ ഖുർആനിനെ നിങ്ങൾ നിർത്തി ഓതുക. തർത്തീല, വളരെ സാവധാനവും ഓതുക. ഇതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ കാലത്ത് കൂടുതൽ പേജുകൾ ഓതി എന്ന് വരുത്തി തീർക്കാൻ, കൂടുതൽ ജുസുകൾ ഓതി എന്ന് വരുത്തി തീർക്കാൻ, കൂടുതൽ ഖത്തമുകൾ ഓതി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിന് മധ്യേ വളരെ വേഗതയിൽ ഖുർആൻ ഓതിപ്പോകുന്ന ചില രീതിയുണ്ട്. ഏറ്റവും പ്രധാനം, ഖുർആനിനെ സമീപിക്കുമ്പോൾ അത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഈ വാക്യമാണ്. നിങ്ങൾ അതിനെ നിർത്തി വളരെ സാവധാനമാണ് ഓതേണ്ടത്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, തജ്വീദുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വഖൂഫ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അതിൻ്റെ ഹർഫുകളെ ഭംഗിയാക്കുക എന്നതാണ്. അത് കൃത്യമായ മഖ്റജിൽ നിന്നാണോ പുറപ്പെടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. തെറ്റുകൂടാതെ ഓതാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വ മഅരിഫത്തുൽ വഖൂഫ്, അതിൻ്റെ വഖഫ്, അതിൻ്റെ അവസാനം, അതിനെ നിർത്തുന്നത് എവിടെയാണ് എന്നുകൂടി മനസ്സിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ഖുർആനിനെ ഭംഗിയായി ഓതുക എന്നതിൻ്റെ അർത്ഥമെന്ന് ഇമാം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധൃതി പിടിച്ച് കൂടുതൽ പേജുകൾ തീർക്കുക എന്നതല്ല, വളരെ ശ്രദ്ധയോടെ നിർത്തി മനോഹരമായി അങ്ങനെ അവൻ്റെ വഖഫുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഓതാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം, സയ്യിനു അൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ നിങ്ങളുടെ ശബ്ദം കൊണ്ട് അലങ്കരിക്കുക എന്നതാണ്. പരമാവധി മനോഹരമായ രീതിയിൽ നല്ല ശബ്ദത്തിൽ ഓതാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നാം ഉള്ളതെങ്കിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം നാം പള്ളിയിലൊക്കെ ആകുമ്പോൾ പലരും മുസാഫ് ഓതുമ്പോൾ, ദിക്ർ ചെല്ലുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, അങ്ങനെ മറ്റുള്ളവർക്ക് പ്രയാസമില്ലാത്ത വിധത്തിലാണെങ്കിൽ, സ്വന്തമായിരിക്കുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, നമ്മുടെ മുറികളിലായിരിക്കുമ്പോഴൊക്കെ നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. നല്ല ശബ്ദത്തിലാണ്, മനോഹരമായ രീതിയിലാണ് നമ്മൾ ആ പാരായണം പൂർത്തിയാക്കേണ്ടത്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ധൃതി പിടിച്ച് നാക്കിനെ പിടപ്പിക്കേണ്ട ഒരാവശ്യമില്ല എന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ സാവധാനം മനോഹരമായ ശബ്ദത്തിൽ, അതേപോലെ തന്നെ അതിൻ്റെ മഖ്റജുകൾ, അതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നാം ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
രണ്ടാമത്തെ ഒരു കാര്യം തഹ്ഫീളാണ്. അഥവാ വിശുദ്ധ ഖുർആൻ പരമാവധി ഹൃദ്യസ്ഥമാക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടുന്ന ഒരു സന്ദർഭമാണ് വിശുദ്ധ റമളാൻ. നമുക്കൊക്കെ അറിയാം, ഖുർആനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്തിൻ്റെ അവസാനം, ഖിയാമത്ത് വരെ ഇവിടെ നിലനിൽക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമാണ്. ഖുർആൻ നാം മനസ്സിലാക്കിയതുപോലെ പേപ്പറുകളിൽ മാത്രമല്ല അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അനേക ലക്ഷം ആളുകളുടെ ഹൃദയത്തിൽ കൂടി രേഖപ്പെടുത്തപ്പെട്ട, ഹിഫ്ളാക്കിയിട്ടുള്ള, സൂക്ഷിക്കപ്പെട്ട വിശുദ്ധമായ വേദവാക്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ബൽഹുവ ആയാത്തും ബയ്യിനാത്തുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽമ, അഥവാ വിജ്ഞാനം നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ഉള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് അവ എന്ന് ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം, വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ ഇരിപ്പിടം അത് സത്യവിശ്വാസികളുടെ, മുഅ്മിനീങ്ങളുടെ നെഞ്ചകത്തിലാണ് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ അല്പാൽപമായിട്ട് ആവുന്ന അത്ര വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആൻ ഹൃദയത്തിൽ ഇല്ലാത്തവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് അല്പം പോലും ഒരാളുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ അദ്ദേഹം കൽബൈത്തിൽ ഖരിബി, തകർന്ന ഒരു വീട് പോലെയാണ് എന്നാണ്. തകർന്ന വീട് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നിരിക്കെ എന്ന് നാം ഉൾക്കൊള്ളുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് അല്പം പോലും ഖുർആൻ ഹൃദയത്തിലില്ലാത്ത മനുഷ്യനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന കാര്യം നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ആവുന്നത്ര പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യത ഏറെ കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കിടെ മുറാജഅ ചെയ്തുകൊണ്ട്, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഹൃദ്യസ്ഥമാക്കുന്ന അത്രയും കാര്യങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമം കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമുക്കറിയാമല്ലോ, ആ ഖുർആൻ അങ്ങനെ ഓതുകയും പഠിക്കുകയും ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യുന്നവരുടെ പദവിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അവിടെ നിന്ന് പറഞ്ഞു, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, നാളെ ആഖിറത്തിൽ പരലോകത്ത് ഇങ്ങനെയുള്ള ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ, പഠിച്ച് മനനം ചെയ്ത് ചിന്തിച്ച് പാരായണം ചെയ്ത ആ നല്ല മനുഷ്യരോട് പറയപ്പെടുമത്രേ, എന്ത്? ഇഖ്റ, നീ ഖുർആൻ ഓതുക, വർത്തഖ്, നീ ഉയരങ്ങളിലേക്ക് ഉയർന്നു പോവുക, വറത്തിൽ, നീ നിർത്തി നിർത്തി ഓതുക, കമാ കുന്ത തുറത്തിൽ ഫിദ്ദുന്യ, ദുനിയാവിലായിരിക്കുമ്പോൾ നീ ജീവിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണോ നിർത്തി നിർത്തി ഖുർആൻ പാരായണം ചെയ്തത്, അതേപോലെ നീ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിർത്തി നിർത്തി ഓതി, സാവധാനം ഓതി നീ ഉയരങ്ങളിലേക്ക് കയറിപ്പോവുക എന്ന് അള്ളാഹു പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, തീർച്ചയായും നിന്റെ സ്ഥാനം നീ ഓതി നിർത്തുന്ന അവസാന വചനത്തിലാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വരി, ഒരു പദം, അല്ലെങ്കിൽ ഒരു വാക്യം, ഒരു ആയത്ത് നാം പാരായണം ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു പടി കയറുന്നു എന്നർത്ഥം. അങ്ങനെ ആ മനുഷ്യനോട് ഖുർആൻ ഓതാൻ പറയുമ്പോൾ അദ്ദേഹം ഓതി ഓതി ഉയരത്തിലേക്ക് കയറുമ്പോൾ ഏത് പടിയിലാണോ അദ്ദേഹം ഖുർആൻ ഓതി നിർത്തുന്നത്, സ്വർഗത്തിൽ ആ ഒരു പദവിയിലായിരിക്കും, ആ പടിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഏറെ ഗൗനിക്കേണ്ടുന്ന, ഏറെ മഹത്വമുള്ള, സ്വർഗത്തിലെ ഉന്നതമായ പടവുകൾ ചവിട്ടിക്കയറാൻ നമ്മെ പ്രാപ്തമാക്കുന്ന, അവിടെ അനശ്വരമായ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന മഹത്തായ ഒരു സുഹൃതമാണ് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. മറ്റൊരു കാര്യം, നാലാമത്തത്, ഖുർആൻ വളരെ തദബ്ബുറോടുകൂടി പാരായണം ചെയ്യുക എന്നതാണ്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ വളരെ ചിന്തയോടുകൂടി, കേവലം നാം ഉച്ചരിക്കുന്നു എന്നതിനപ്പുറത്ത്, കുറേ പദങ്ങൾ ഇങ്ങനെ തൊടുതര ഉരുവിടുന്നു എന്നതിനപ്പുറത്ത്, ആയത്തുകൾ വളരെ വേഗത്തിൽ ഓതിപ്പോകുന്നു എന്നതിനപ്പുറത്ത്, എന്താണ് ഖുർആനിലെ ഓരോ പദങ്ങളും ഓരോ വരിയും ഓരോ ആയത്തും മുന്നോട്ട് വെക്കുന്ന ആശയം, എന്താണ് അത് നമ്മോട് സംസാരിക്കുന്നത്,
ഇതിനെക്കുറിച്ച് പാരായണ മധ്യേ ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തി നേടുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഖുർആനിനെക്കുറിച്ച്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? അം അല ഖുലൂബിൻ അഖ്ഫാലുഹ, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ചിന്തയുടെ മനനത്തിൻ്റെ ഉറവിടമായ ഹൃദയത്തെക്കൊണ്ട് വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കാൻ മുന്നോട്ട് വരാതെ, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കാതെ എന്തുകൊണ്ടാണ് ഹൃദയത്തെ പൂട്ടിട്ടുകൊണ്ട് വെറും പാരായണത്തിൽ ഒതുങ്ങുന്നു എന്ന ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ മാത്രമല്ല, മറ്റൊരിടത്ത് നമുക്ക് കാണാം, വിശുദ്ധ ഖുർആൻ അതിൽ യദ്ദബ്ബറു ആയാത്തിഹി, അതിൻ്റെ ആയത്തുകളെ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതാണ്. കേവലം പാരായണത്തിനപ്പുറത്ത് ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിനെ ചിന്തിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് എന്താണോ അത് നമ്മോട് സംസാരിക്കുന്നത്, കാരണം ഖുർആൻ മനുഷ്യനോടാണ് സംസാരിക്കുന്നത്, എന്ത് സന്ദേശമാണ് അത് നൽകുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് തദബ്ബുർ എന്ന് ചോദിച്ചാൽ, നാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ അതിൻ്റെ ട്രാൻസ്ലേഷനുണ്ട്, അതിൻ്റെ തർജ്ജമയുണ്ട്, നമ്മുടെ വീടുകളിൽ അതിൻ്റെ പരിഭാഷയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ അർത്ഥത്തിൻ്റെയും ഓരോ ആയത്തിൻ്റെയും അർത്ഥം നോക്കി അതിനെക്കുറിച്ചുള്ള ലഘുവായ വിവരണങ്ങൾ വായിച്ച് അതിൻ്റെ തഫ്സീർ വായിച്ച് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തുകൊണ്ടെന്നാൽ അപ്പോഴാണ് കേവലം അക്ഷരങ്ങൾ ഉരുവിടുന്നു എന്നതപ്പുറത്ത് നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന മഹാശക്തിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലാവുക. ലോകത്തെ എത്രയോ ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റിയ അത്ഭുതകരമായ ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്കുമില്ല. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിനെ ഒരു മലമുകളിലാണ് അള്ളാഹു ഇറക്കുന്നതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ, തീർച്ചയായും ആ മലയെ നിങ്ങൾക്ക് അള്ളാഹുവോടുള്ള ഭയത്താൽ വിനീതമാകുന്നതും പൊട്ടിപ്പിളരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന സാഹചര്യം നിങ്ങൾക്കറിയാം. തൻ്റെ സഹോദരി വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ ആദ്യ വാക്യങ്ങൾ ഓതുന്നത് കേട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകുന്നത്. അദ്ദേഹം പിന്നീട് ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തനായ ഒരു പിന്തുണ നൽകുന്ന ശക്തനായ ഒരു വ്യക്തിയായി അദ്ദേഹം മാറുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, എത്രയോ ആളുകൾ ഇന്ന് ലോകത്തെ എത്രയോ ആളുകൾ വിശുദ്ധ ഖുർആനെ എതിർക്കാനും ഇസ്ലാമിനെ തകർക്കാനും വേണ്ടി ആരൊക്കെ ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വരുന്നോ അവരൊക്കെ അവസാനം ഇസ്ലാമിൻ്റെ കൊടിക്കയിൽ വന്ന് സമാധാനം നുണയുന്നതായി കാണുന്ന അവസ്ഥാവിശേഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കറിയാമല്ലോ, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം അത്രയൊന്നും സന്തോഷകരമായിരുന്നില്ല. അദ്ദേഹം വഴിയിൽ വെച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം ഒരു രാത്രിയിൽ ഒരു മതിൽ ചാടിക്കടക്കുമ്പോഴാണ് ആരോ വിശുദ്ധ ഖുർആനിൻ്റെ വാക്യം ഓതുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. അത് മറ്റൊന്നുമായിരുന്നില്ല, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന ആ ആയത്താണ് അദ്ദേഹം കേട്ടത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തിയ ആയത്തിൻ്റെ ആശയം എന്നറിയുമോ? അലം യഅ്നി, സമയമായില്ലേ എന്നാണ്. ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾ വിനീതമാകാൻ, ഭയപ്പെടാൻ, വിനയാന്വിതമാകാൻ ഇനിയും സമയമായിട്ടില്ലേ എന്ന ഒരു ചോദ്യം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് ആരോ ഓതുന്നത് കേട്ടപ്പോഴാണ് അതേ സന്ദർഭത്തിൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങുകയും അദ്ദേഹത്തിൽ പ്രതിഫലനമുണ്ടാക്കുകയും ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം അതിന് മറുപടി പറയുന്നു, അള്ളാഹുവേ, അതേ എനിക്ക് സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും പിന്നീട് ലോകം അറിയപ്പെടുന്ന എത്രയോ ആളുകളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ച, വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം എത്തിച്ച മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനായി അദ്ദേഹം മാറുകയും ചെയ്യുന്നത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ സാവധാനം ഖുർആൻ പാരായണം ചെയ്യുക,
വളരെ നിർത്തിക്കൊണ്ട് തന്നെ അത് പാരായണം ചെയ്യുക. അതിൽ നിന്ന് അല്പമെങ്കിലും പരമാവധി കഴിയുന്നത് ഹൃദ്യസ്ഥമാക്കാനും അതുപോലെ തന്നെ തദബ്ബുറോടുകൂടി പാരായണം ചെയ്യാനും അങ്ങനെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. സർവശക്തനായ അള്ളാഹു വിശുദ്ധമായി ഈ മാസത്തിൽ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.